അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ നിമിയുടെ ഭാരത് സ്കില്ലിന്റെ ഒക്കെ മോക്ക് ടെസ്റ്റ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം. വിച്ച് ഫ്യൂവൽ ഇസ് അവൈലബിൾ ഇൻ പ്ലെന്റി ഇൻ ഇന്ത്യ ഫോർ പവർ ജനറേഷൻ? കോൾ, ഡീസൽ ഉണ്ട്, ഗ്യാസ് ഓയിൽ ഉണ്ട്, ഗ്യാസ്ലിൻ ഉണ്ട്. ഇതിനകത്ത് ഏതാണ് കൂടുതലായിട്ട് വരുന്നത്? കോളാണ് അല്ലെ. കാര്യം നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പവർ ജനറേഷൻ വരുന്നത് തെർമൽ പവർ പ്ലാന്റിൽ നിന്നാണ്. അപ്പൊ കോളാണ് ഏറ്റവും അബണ്ടന്റ് ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്യൂവൽ എന്ന് പറയുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് കോൾ. എല്ലാവരും ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്ത് അതിന്റെ ആൻസേഴ്സ് നോട്ട് ചെയ്ത് പോവുക. ഒത്തിരി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താലേ നിങ്ങൾക്ക് എന്താണേലും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇത് സിമ്പിൾ ആണെന്ന് പറഞ്ഞ ആരും വിട്ടുകളയിൽ 10 മാർക്കെങ്കിൽ 10 മാർക്ക്, അതൊരു നല്ല ഡിഫറൻസ് തന്നെ ക്രിയേറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് ഇസ് ദ കൺവെൻഷണൽ പവർ ജനറേഷൻ? കൺവെൻഷണൽ പവർ ജനറേഷൻ, നമ്മൾ പവർ ജനറേഷൻ ഡിസ്കസ് ചെയ്തപ്പം 2 ടൈപ്പ് ഓഫ് പവർ ജനറേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് കൺവെൻഷണലും പറഞ്ഞു, അടുത്തത് നോൺ കൺവെൻഷണലും പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഈ കൺവെൻഷണൽ നോൺ കൺവെൻഷണൽ എന്ന് പറയുമ്പോൾ അത് റിന്യൂവബിൾ എനർജി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. കൺവെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പവർ ജനറേഷൻ എന്തായിരുന്നു. നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത പവർ ജനറേഷൻ ഏതാണ്. അതാണ് കൺവെൻഷണലും നോൺ കൺവെൻഷണലും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകൾ വരാം. കൺവെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിന്യൂവബിൾ എനർജി ആണോ എന്നുള്ള തെറ്റിദ്ധാരണകളോ, അല്ലെങ്കിൽ നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ എനർജി ആണോ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും വേണ്ട. കൺവെൻഷണൽ പണ്ട് തൊട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട്: വിൻഡ് പവർ, ടൈഡൽ പവർ, സോളാർ പവർ, തെർമൽ പവർ. തെർമൽ ആണ് കറക്റ്റ് ആൻസർ. ബാക്കിയെല്ലാം എന്താണ്? നോൺ കൺവെൻഷണൽ പവർ ആണ്. അപ്പൊ ഇവിടെ വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ തെറ്റിദ്ധാരണ വരാം, വിൻഡും ടൈഡൽ സോളാറും എല്ലാം റിന്യൂവബിൾ അല്ലേ, അതെല്ലാം നോൺ കൺവെൻഷണൽ ആണോ? അങ്ങനെ ഇല്ല. നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെന്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് വെച്ചിട്ടുള്ള പവർ ജനറേഷൻ, അത് മാത്രമേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, സംശയമൊന്നും ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് ഞാൻ പോവാണ്. വിച്ച് ഇസ് ദ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ്? ഇവിടെ എനർജി സോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്, അതായത് പവർ ജനറേഷന് വേണ്ടിയിട്ടുള്ള എനർജി സോഴ്സ്. ഓപ്ഷൻസ് നോക്കാം: വിൻഡ്, വാട്ടർ, ഡീസൽ, സ്റ്റീം. ഇതില് സ്റ്റീമും ഡീസലും എന്താണേലും തെർമൽ പവർ പ്ലാന്റിന്റെ എനർജി സോഴ്സസ് ആണ്. തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്? കൺവെൻഷണൽ ആണ്. പിന്നെ ഓപ്ഷൻസിലോട്ട് നോക്കിയാൽ വിൻഡും വാട്ടറും ആണ് വരുന്നത്. ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും? വിൻഡാണ്. വാട്ടർ ആയിക്കൂടെ ഒരു ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. കാര്യം എന്താ? വാട്ടർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ്. അത് നമ്മൾ കൺവെൻഷണൽ മെത്തേഡിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. സോ കറക്റ്റ് ആൻസർ ഇസ് വിൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ നാച്ചുറൽ സോഴ്സ് ഓഫ് എനർജി? ഇത് നമ്മൾ നമ്മുടെ സെക്ഷനിൽ ഒന്ന് ഡിസ്കസ് ചെയ്ത. വാട്ട് ഇസ് ദ നാച്ചുറൽ സോഴ്സ് ഓഫ് എനർജി? സൺ, ഹീറ്റ്, കോൾ, ബയോഗ്യാസ്. ഏതാണ് നാച്ചുറൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്? സൺ ആണ്. കറക്റ്റ് ആൻസർ ഇസ് സൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണേ. വിച്ച് ഇസ് എ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ്? ഇത് ഞാനിങ്ങനെ പല ക്വസ്റ്റ്യൻസുകൾ സെയിം ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല എക്സാംസിന് ചോദിച്ചതായതുകൊണ്ട്, ഈ ഭാരത് സ്കില്ലിന്റെ തന്നെ പല എക്സാമിന് ചോദിച്ചതുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. അന്നും പറഞ്ഞ് നിങ്ങൾ ആ ഓപ്ഷൻസ് മാത്രം നോക്കിയാൽ മതി. ചിലപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാം, പല രീതിയിലുള്ള സെയിം ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ വരാം. അതുകൊണ്ട് നിങ്ങൾ വറീഡ് ആവണ്ട. ജസ്റ്റ് ഇത് തന്നെയല്ലേ ഡിസ്കസ് ചെയ്തേന്നുള്ളൊരു ധാരണ വേണ്ട. പല രീതിയിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം എന്നൊന്ന് അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. സോ വിച്ച് ഇസ് എ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ്? നോൺ കൺവെൻഷണൽ സൺറൈസ് ആണ്. ലിഗ്നൈറ്റ്, സ്റ്റോർഡ് വാട്ടർ, പൾവറൈസ്ഡ് കോൾ എല്ലാം നമുക്ക് കൺവെൻഷണൽ ആണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സൺറൈസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോ,
What is the main disadvantage of non-conventional power generation? നോൺ കൺവെൻഷണൽ പവർ ജനറേഷന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണ്? അതിനു മുമ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺവെൻഷണൽ നോൺ കൺവെൻഷണൽ പവർ ജനറേഷൻ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഒന്ന് നോക്കാം. ഇത് ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ഇതൊരു അഡീഷണൽ പോയിന്റ് ആയിട്ട്, എക്സ്ട്രാ പോയിന്റ് ആയിട്ട് നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഇവിടെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? ഒരു അഡ്വാൻറ്റേജ്, ഒരു നോൺ കൺവെൻഷണലിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നാണ് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സെക്യൂരിറ്റി റിസ്ക് കുറവാണ്. സെക്യൂരിറ്റി റിസ്ക് കുറവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് ഒരു കൺവെൻഷണൽ സോഴ്സ് ഓഫ് പവർ അല്ലെങ്കിൽ കൺവെൻഷണൽ പവർ സ്റ്റേഷൻ ആണ്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടുത്തെ സെക്യൂരിറ്റി എന്ന് പറയുന്നത്, സെക്യൂരിറ്റി റിസ്ക് കുറവാണ്. അതേപോലെ തന്നെ പൊല്യൂട്ടൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതേപോലെ ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഗ്ലോബൽ വാർമിങ്, ഇതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ലെസ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. ഇത് ഒരിക്കലും തീർന്നു പോകുന്നില്ല. കാര്യം നമ്മൾ യൂസ് ചെയ്യുന്നത് സണ്ണ്, വിൻഡ്, ടൈഡല് അങ്ങനെയുള്ള റിന്യൂവബിൾ എനർജി സോഴ്സസ് ആയതുകൊണ്ട് അതൊരിക്കലും ഡിസ്ട്രോയിഡ് ആവുന്നില്ല. പിന്നെ ആദ്യം നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കൂടുതലാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ എനർജി ഡിമാൻഡിനെ ഇപ്പൊ കൂടുതലായിട്ടും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സോളാർ പവർ, വിൻഡ് പവർ അങ്ങനെയുള്ള സോഴ്സസിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ അതൊരു ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെന്റ് പോലെ തന്നെ കിടന്നോളും. അതുകൊണ്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനെ നമ്മുടെ എനർജി യൂട്ടിലൈസേഷൻ വെച്ചിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഇത് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. സോ ഇതാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നമുക്ക് ഡിസഡ്വാൻറ്റേജസ് കൂടി ഒന്ന് നോക്കാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. അതായത് ഇപ്പൊ നമുക്കറിയാം വിൻഡ് എനർജി അല്ലെങ്കിൽ സോളാർ എനർജി, ടൈഡൽ എനർജി, ഇതിനകത്ത് നിന്നൊക്കെ മാക്സിമം എനർജി നമുക്ക് യൂട്ടിലൈസ് ചെയ്തെടുക്കാനുള്ള ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇപ്പൊ റീസെന്റ് ആയിട്ട്, നേരത്തെയൊക്കെ സോളാർ പാനൽ ഫിക്സ്ഡ് ആയിരുന്നു. നമുക്ക് സണ്ണിന്റെ ഈ റൊട്ടേഷൻ അനുസരിച്ച് നമുക്കത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നൗവേഡേയ്സ് ഇപ്പോഴത്തെ കേസുകളിൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസോട് കൂടിയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ്. പിന്നെ ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണ്, എഫിഷ്യൻസി കുറവാണ്. എഫിഷ്യൻസി കുറവാന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പവർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ എഫിഷ്യൻസി കുറവായിരിക്കും. ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരുന്നതുകൊണ്ടും അവിടെ എഫിഷ്യന്റ് ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ പോസിബിൾ അല്ല. പിന്നെ ഒരിക്കലും ഇത് ബേസ് ലോഡിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലയബിൾ അല്ലാത്തതുകൊണ്ടാണ്. കാര്യം എപ്പം സൺ എപ്പോഴാ പോണേ, എപ്പോഴാ വന്നെ, അല്ലെങ്കിൽ വിൻഡ് എപ്പോഴാ വന്നെ, എപ്പോഴാ പോണേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇതൊരു ബേസ് ലോഡ് പ്ലാന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. പീക്ക് ലോഡ് ഡിമാൻഡിന് വേണ്ടിയിട്ട് മാത്രമാണ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് ഒന്ന് തിരിച്ചു പോകാം. What is the main disadvantage of non-conventional power generation? Poor efficiency ആണ് കറക്റ്റ് ആൻസർ. ഇതിനകത്ത് നോ കോൺസ്റ്റന്റ് ജനറേഷൻ, ഹെവി ലോഡ്, cannot be operated, can use only light loads, ഇതൊന്നും നമ്മൾ ഡിസഡ്വാൻറ്റേജിൽ ഡിസ്കസ് ചെയ്തിരുന്നില്ല. കറക്റ്റ് ആൻസർ ഇസ് പുവർ എഫിഷ്യൻസി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. Now, which power generation requires heavy water treatment plant? Heavy water treatment plant. Nuclear power. അതെ, കറക്റ്റ് ആണ്, ന്യൂക്ലിയർ പവർ ആണ്. അതിലൊരു ചിലപ്പം അതിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരാം. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഹെവി വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഈ ഹെവി വാട്ടർ എന്ന് ആർക്കെങ്കിലും അറിയാവോ? ഇപ്പം അതായത് ആഡ് ഓൺ കയറി വന്നതാണ്, കുഴപ്പമില്ല. അത് ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹെവി വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ചിലപ്പം വേറൊരു കൺഫ്യൂഷൻ വരാം. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണോ ഉദ്ദേശിക്കണേ എന്നുള്ള കൺഫ്യൂഷൻ വരാം. അല്ല, ഹെവി വാട്ടർ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഇസ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഓർത്തിരുന്നോണം. ഓക്കെ, അടുത്തയിലോട്ട് പോവാമേ.
Which turbine is used for high heads in hydroelectric power plant? എളുപ്പമുള്ള ക്വസ്റ്റൻ അല്ലേ? ഇമ്പൾസ് ടർബൈൻ. ഇമ്പൾസ് ടർബൈൻ. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിരുന്നോണം, ഈ ഹൈ ഹെഡ് ലോ ഹെഡിന്റെ ഒക്കെ എത്ര മീറ്റർ ആണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചിരുന്നോണം. PSC അനുസരിച്ച് ഹൈ ഹെഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഗ്രേറ്റർ ദാൻ എത്ര വരും? ഗ്രേറ്റർ ദാൻ 300. മീഡിയം ആണെങ്കിൽ ബിറ്റ്വീൻ 330 to 300 വരും. ലോ ഹെഡ് ആണെങ്കിലോ ലെസ് ദാൻ 30. ഇനി ഹെഡിന്റെ അനുസരിച്ച് നമ്മൾ എങ്ങനെയാ ഏതൊക്കെ ടർബൈൻസ് യൂസ് ചെയ്യുന്നത്? ഹൈ ഹെഡ് ആണെങ്കിൽ ഓക്കെ. മീഡിയം ഹെഡ് ആണെങ്കിലോ ഫ്രാൻസിസ് കറക്റ്റ് ആണ്. ലോ ഹെഡ് ആണെങ്കിൽ ഓക്കെ, കപ്ലാൻ ടർബൈൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതില് ഏതൊക്കെയാണ് ഇമ്പൾസ് ടർബൈൻസ് എന്ന് പറയുന്നത്? ഏതൊക്കെയാണ് ഇമ്പൾസ് ടർബൈൻ? പെൽറ്റൺ ആണ് ഇമ്പൾസ് ടർബൈൻ. ബാക്കി രണ്ടും എന്തായിരിക്കും? റിയാക്ഷൻ ടർബൈൻസ് ആയിരിക്കും. ഇനി ഒരു കാര്യം കൂടി ഇതിനകത്ത് പഠിച്ചു വെക്കാം, ഇതിൽ ഏറ്റവും കൂടുതൽ ഡിസ്ചാർജ് വരുന്ന ഏത് ടർബൈൻ ആയിരിക്കും? കപ്ലാൻ ആയിരിക്കും. അപ്പൊ ഹെഡിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡിസ്ചാർജ്. ഓക്കെ, അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഒന്നുകൂടി പറയാമോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാമോ? ഈ ക്വസ്റ്റ്യൻ ആണോ? അതെ. വിച്ച് ടർബൈൻ ഇസ് യൂസ്ഡ് ഫോർ ഹൈ ഹെഡ്സ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്? നമ്മൾ 3 ആയിട്ടാണ് ഹെഡ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ഹൈ, മീഡിയം, ലോയ്. ഹൈ എന്ന് പറയുമ്പോഴത്തേക്കും 300 മീറ്ററിന്റെ മുകളിൽ വരുന്നത്. അതേപോലെ മീഡിയം 30 to 300. ലോ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 30 വരും. ഹൈക്ക് യൂസ് ടർബൈൻ ആണ് പെൽറ്റൺ. മീഡിയത്തിന് നമ്മൾ ഫ്രാൻസിസ് യൂസ് ചെയ്യും. അതേപോലെ തന്നെ ലോയ്ക്ക് നമ്മൾ കപ്ലാൻ ടർബൈൻ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഓപ്ഷനിൽ നമുക്ക് പെൽറ്റൺ എന്ന് പറയുന്ന ടർബൈന്റെ പേര് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇവിടെ ബാക്കി കപ്ലാനും ഫ്രാൻസിസും റിയാക്ഷൻ ടർബൈന് തന്നിട്ടുണ്ട്. പെൽറ്റൺ എന്ന് പറയുന്നത് എന്ത് ടർബൈൻ ആണ്? ഇമ്പൾസ് ടർബൈൻ ആണ്. ഫ്രാൻസിസും കപ്ലാനും റിയാക്ഷൻ ടർബൈൻ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഇമ്പൾസ് ടർബൈൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ ആണോ? Okay, next question. Okay, what is the function penstocks in hydro power station? Again, simple ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ പറയാലോ നിങ്ങൾക്ക്. എന്തായിരിക്കും? carries water to dam, carries water to turbines, carries water away. Water to turbine. Correct answer carries water to turbines ആണ്. Okay, very good. അടുത്ത question. What is the purpose of boiler in a steam power station? ഇതില് ഒരു ചെറിയ കൺഫ്യൂഷൻ വരാം നിങ്ങൾക്ക്. സൂപ്പർ ഹീറ്റ്സ് ദ സ്റ്റീം അല്ല, സൂപ്പർ ഹീറ്റ് ദ സ്റ്റീം അല്ല, അത് സൂപ്പർ ഹീറ്ററിന്റെ ജോലിയാണ്. അടുത്ത ഓപ്ഷൻ നോക്കാം. ലിബറേറ്റ്സ് ദ ഹീറ്റ് ഫ്രം ബേൺഡ് ഫ്യൂവൽ. ലിബറേറ്റ്സ് ദ ഹീറ്റ് ഫ്രം ബേൺഡ് ഫ്യൂവലും അല്ല. പിന്നെ എന്താണ്? ഇതിന് 2 ഓപ്ഷൻസ് ഉണ്ട്. കൺവേർട്സ് വാട്ടർ ഇൻടു സ്റ്റീം ഉണ്ട്, ഹീറ്റ്സ് ഫീഡ് വാട്ടർ ആൻഡ് എയർ ഉണ്ട്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ്? convert water into steam. ആണ്. ഓക്കെ, സി പറയുന്നവരുണ്ട്. ബി കറക്റ്റ് ആണോ? ഹീറ്റ്സ് ഫീഡ് വാട്ടർ ആൻഡ് എയർ. എക്കണോമിക്സ് അല്ലേ? ഏതാ? ബി എന്ന് പറയുന്നത് ഫീഡ് വാട്ടർ ആൻഡ് എയർ. എക്കണോമിക്സ് ഫീഡ് വാട്ടർ മാത്രമല്ലേ ഉള്ളൂ, എയറിനെ ഉണ്ടോ? അത് രണ്ടും 2. അപ്പൊ ഇത് കൺവേർട്സ് വാട്ടർ ഇൻടു സ്റ്റീം ആണെന്നാണ് കറക്റ്റ് പറയുന്നത്. അല്ല, അത് തെറ്റാണ്. ഇത് ഹീറ്റ്സ് ഫീഡ് വാട്ടർ ആൻഡ് എയർ എന്നാണ്. ഇത് നമ്മുടെ ഭാരത് സ്കില്ലിന്റെ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കീയില് ഹീറ്റ്സ് ഫീഡ് വാട്ടർ ആൻഡ് എയർ ആണ്
കറക്റ്റ് ആയിട്ട് ഉത്തരം പറയുന്നത്. ഓക്കെ, മോക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായി. ഏതാ? മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻ ആ, മോക്ക് ടെസ്റ്റിന്റെ ആപ്പിൽ കൊടുത്തിരിക്കുന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹീറ്റ്, സ്പീഡ്, വാട്ടർ ആൻഡ് എയർ ആണ്. പലയിടത്തും തപ്പിയപ്പോഴും കറക്റ്റ് ആൻസർ ഹീറ്റ്, സ്പീഡ്, വാട്ടർ ആൻഡ് എയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് അങ്ങനെ തന്നെ പഠിക്കുക. PSCയുടെ നമുക്ക് പറയാൻ പറ്റില്ല ഏതാ കറക്റ്റ് എന്നുള്ളത്, ശരിക്കും പറയാൻ പറ്റില്ല. ഇതിനകത്ത് ഇപ്പൊ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഹീറ്റ്, സ്പീഡ്, വാട്ടർ ആൻഡ് എയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അത് എയർ പ്രീ ഹീറ്ററിന്റെ എക്കണോമൈസറിന്റെയും ഫംഗ്ഷൻ ആണ് കേട്ടോ. ആക്ച്വലി സ്പീക്കിംഗ് കറക്റ്റ് ആൻസർ കൺവേർട്സ് വാട്ടർ ഇൻടു സ്റ്റീം ആണ്. പക്ഷെ കീഴിൽ കൊടുത്തിരിക്കുന്നത് ഹീറ്റ്, സ്പീഡ്, വാട്ടർ ആൻഡ് എയർ ആണ്. നമുക്കറിയാം PSCയുടെ ക്വസ്റ്റ്യനുകളും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കുക, അതിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് പവർ പ്ലാന്റ് ഇസ് മോർ എഫിഷ്യന്റ്? ഏതായിരിക്കും? ഡീസൽ പ്ലാന്റ്, സ്റ്റീം പവർ, ഹൈഡ്രോ ഇലക്ട്രിക്, ന്യൂക്ലിയർ പവർ? കറക്റ്റ് ആൻസർ ഹൈഡ്രോ ഇലക്ട്രിക് ആണ്, ന്യൂക്ലിയർ പവർ അല്ല കേട്ടോ. ഹൈഡ്രോ ഇലക്ട്രിക് ആണ് കറക്റ്റ് ആൻസർ. കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള പവർ പ്ലാന്റ് എപ്പോഴും ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം. വിച്ച് ഇസ് ദ നോൺ കൺവെൻഷണൽ പവർ ജനറേഷൻ? നോൺ കൺവെൻഷണൽ പവർ ജനറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ പവർ ജനറേഷൻ ആണ് കറക്റ്റ് ആൻസർ. എല്ലാവരും ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം, ഇതില് ചിലപ്പോ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എന്നാണ് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് വരിക. ഓക്കെ, അതുകൊണ്ട് എല്ലാ പവർ പ്ലാന്റിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയാലും പലതിനകത്ത് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എയർ പ്രീഹീറ്റർ ഇൻ എ സ്റ്റീം പവർ സ്റ്റേഷൻ? എന്താണ് എയർ പ്രീഹീറ്റർ ചെയ്യുന്നത്? അപ്പം 3 കാര്യങ്ങളാണ് സ്റ്റീം പവർ സ്റ്റേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. എയർ പ്രീഹീറ്റർ, എക്കണോമൈസർ ഉണ്ട്, പിന്നെ എന്താണ്, സൂപ്പർ ഹീറ്റർ ഉണ്ട് അല്ലേ? അപ്പൊ ഈ 3 കാര്യങ്ങൾ എന്തിനാന്നുള്ള പഠിക്കുക. എയർ പ്രീഹീറ്റർ എയറിന് വേണ്ടിയിട്ട്, എക്കണോമൈസർ ഫീഡ് വാട്ടറിന്, സൂപ്പർ ഹീറ്റർ എന്തിനാ? ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ആയിട്ടുള്ള ഡ്രൈ സ്റ്റീമിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് സൂപ്പർ ഹീറ്റർ യൂസ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 എണ്ണത്തിനെ പറ്റി ഉറപ്പായിട്ടും എവിടെന്നെങ്കിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അടുത്തതിലോട്ട് പോവാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എക്കണോമൈസർ ഇൻ സ്റ്റീം പവർ പ്ലാന്റ്? ഏതായിരിക്കും? Heats the feed water heats the feed water by the flue gases. Option C ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് അറിയാം. കൺവേർട്സ് വാട്ടർ ഇൻടു സ്റ്റീം അല്ല, ഹീറ്റ്സ് ദ എയർ ബൈ ദ ഫ്ലൂ ഗ്യാസസ്, അതൊന്നും അല്ല കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, again, what is the advantage of non-conventional power generation? നോൺ കൺവെൻഷണൽ ആണ്, എന്തായിരിക്കും അഡ്വാൻറ്റേജ്? റെഡ്യൂസ് പൊല്യൂഷൻ. ബാക്കിയൊന്നും നടക്കുള്ള കാര്യമല്ല, മോർ റിലയബിൾ അല്ല, എഫിഷ്യന്റ് അല്ല, ഇനിഷ്യൽ കോസ്റ്റ് ലോയും അല്ല. സോ കറക്റ്റ് ആൻസർ ഇസ് റെഡ്യൂസ് പൊല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which component in a steam power plant is used to heat the feed water from the flue gases? എക്കണോമൈസർ ആണോ? എക്കണോമൈസർ. തിരിച്ചും മറിച്ചും ചോദിക്കും കേട്ടോ. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടെന്നേ ഉള്ളൂ, എങ്ങനെ വേണേലും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് നോൺ കൺവെൻഷണൽ പവർ ജനറേഷൻ ഓവർ കൺവെൻഷണൽ പവർ ജനറേഷൻ? ഡിസഡ്വാൻറ്റേജ് ആ ചോദിച്ചിരിക്കുന്നത്. cannot be used base load demand. ബേസ് ലോഡ് ഡിമാൻഡിന് യൂസ് ചെയ്യാൻ പറ്റില്ല. സെക്യൂരിറ്റി റിസ്ക് ഒന്നുമില്ല, പൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യുന്നില്ല, മെയിൻ്റെനൻസ് കൂടുതലായിട്ടൊന്നും വരുന്നില്ല. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബേസ് ലോഡ് ഡിമാൻഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
What is the advantage of non-conventional energy source? ഗ്രീൻ ഹൗസ് എഫക്ട് ഇസ് അവോയ്ഡഡ്. പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ, ഓപ്ഷൻസ് മാറി മറിഞ്ഞും വരാം കേട്ടോ. അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ എടുത്തിട്ടതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാരും അഡ്വാൻറ്റേജസ് ഒക്കെ നന്നായിട്ട് നോട്ട് ചെയ്ത് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The type of generators used in hydroelectric power plant. Option saline pole, cylindrical rotor type, Pelton wheel. ഏതാണ് കറക്റ്റ് ആൻസർ? Salient pole type generator. സാലിയന്റ്. സാലിയന്റ് ആണ് അല്ലെ. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് ഓൾട്ടർനേറ്റേഴ്സിനെ ഞാൻ പഠിപ്പിച്ചായിരുന്നു അല്ലെ. സാലിയൻ പോളും ഉണ്ട്, പിന്നെ എന്താണ് നോൺ സാലിയൻ. Salient pole type. ഓക്കെ. അപ്പൊ അതില് സാലിയൻ പോളിന്റെ പ്രത്യേകത എന്താ? പ്രൊജക്റ്റഡ് ആയിരിക്കും അതിന്റെ പോൾസ് അല്ലെ. പ്രൊജക്റ്റഡ് പോൾസ് ഉണ്ട്. മറ്റേത് ഒരു റൗണ്ട് ഷേപ്ഡ് ആയിരിക്കും. പ്രൊജക്റ്റഡ് പോൾസ് ഉള്ളത് കൊണ്ട് അതിന്റെ ഡയമീറ്റർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇവിടെ ഡയമീറ്റർ കുറവായിരിക്കും. ഡയമീറ്റർ ഇസ് ലെസ്. ഇവിടെ എന്ത് പറ്റും? ആക്സിയൽ ലെന്ത് എന്താവും? കൂടുതലാണോ കുറവാണോ? കുറവ്. ഇവിടെ ആണെങ്കിൽ ആക്സിയൽ ലെന്ത് കൂടുതലായിരിക്കും. ആക്സിയൽ ലെന്ത് കൂടിയാല് സ്പീഡിന് എന്ത് പറ്റും? സ്പീഡ് കൂടും. ഇവിടെ സ്പീഡ് കുറയും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മിനിമം അറിഞ്ഞിരിക്കണം. ഇതിനകത്ത് നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. സോ ദ കറക്റ്റ് ആൻസർ ഇസ് സാലിയൻ പോൾ ടൈപ്പ് ഓൾട്ടർനേറ്റർ. What would be the most important factor under consideration for the site selection of a thermal plant? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈറ്റ് സെലക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യം എന്തായിരിക്കും? അവൈലബിലിറ്റി. അതാണോ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി, കോസ്റ്റ് ആൻഡ് ടൈപ്പ് ആൻഡ് ലാൻഡ്. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം അതിന്റെ ഒരു ഫാക്ടർ ആണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ വരും കോസ്റ്റ് ആൻഡ് ടൈപ്പ് ഓഫ് ലാൻഡ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് വാട്ടർ. വാട്ടർ ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ? കൂളിംഗ് നടക്കുമോ? വെള്ളം ചൂടാക്കാൻ പറ്റുമോ? അപ്പൊ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുമോ? ഇല്ല. അപ്പം ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂവൽ ഉണ്ടെങ്കിലും ഫ്യൂവൽ ഇല്ലെങ്കിൽ പിന്നെ ചൂടാക്കാൻ പറ്റുമെന്ന് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. പക്ഷെ ഏറ്റവും അത്യാവശ്യം വേണ്ടത് വാട്ടർ ആണ്. വാട്ടറിന് അവിടെ രണ്ട് പർപ്പസ് ആണുള്ളത്. ഒന്ന് കൂളിംഗ് പർപ്പസും ഉണ്ട്, പിന്നെ സ്റ്റീം ആക്കുന്ന പർപ്പസും ഉണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് അവൈലബിലിറ്റി ഓഫ് വാട്ടർ. ഓക്കെ.